നമസ്കാരം. പ്രധാന വാർത്തകൾ. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണം. കൊച്ചി കല്ലൂരിലെ വാടക വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. തട്ടിപ്പ് വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് ഈ വീട്ടിലായിരുന്നു. പരോളിലുള്ള മോൺസണുമായി പോലീസ് ഈ വീട്ടിൽ പരിശോധന നടത്തുകയാണ്. നഷ്ടപ്പെട്ടത് 20 കോടിയുടെ വസ്തുക്കളെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. 2 ആഴ്ചയ്ക്കുള്ളിലാണ് മോഷണം നടന്നത്. CCTV പൊളിച്ചുമാറ്റിയാണ് മോഷണം നടന്നിരിക്കുന്നത്. വീടിന്റെ ഉടമസ്ഥർ പരാതി നൽകിയിട്ടുണ്ട്. മോൺസൺ മാവുങ്കലിനും പരാതി നൽകുമെന്ന് മോൺസന്റെ അഭിഭാഷകൻ അറിയിച്ചു. നിലമ്പൂരിൽ സാരി ചക്രത്തിനിടയിൽ കുടുങ്ങി ബൈക്ക് യാത്രക്കാരി മരിച്ചു. നിലമ്പൂർ പോത്തുകല്ല് സ്വദേശി പത്മിനിയാണ് മരിച്ചത്. മകനൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് അപകടമുണ്ടായത്. സാരി കുടുങ്ങിയതോടെ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരിക്കേറ്റ പത്മിനിയെ നിലമ്പൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം വിതുരയിൽ കടബാധ്യതയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തു. വിതുര പേരേത്തുപാറ സ്വദേശി അമൽകൃഷ്ണനാണ് മരിച്ചത്. ഇന്ന് അമലിന്റെ മകന്റെ ചോറൂണ് ദിവസമായിരുന്നു. സമീപത്തുള്ള ഗുരുമന്ദിരത്തിൽ വീട്ടുകാർ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആത്മഹത്യ. പേരേത്തുപാറയിൽ ലാംസിയ എന്നു പേരുള്ള ടർഫ് സുഹൃത്തുക്കൾക്കൊപ്പം നടത്തി വരികയായിരുന്നു. ഈ ടർഫിന് സമീപത്തുള്ള പഴയ കെട്ടിടത്തിനകത്താണ് അമലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപത്തു നിന്നും ആത്മഹത്യക്കുറിപ്പും കണ്ടെടുത്തു. കടബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ആത്മഹത്യക്കുറിപ്പിലുള്ളതെന്നാണ് വിവരം. കേരള സർവകലാശാലയിൽ PhD വിദ്യാർത്ഥിക്ക് നേരെ ജാതി അധിക്ഷേപമെന്ന പരാതി. സംസ്കൃത വകുപ്പ് മേധാവി CN വിജയകുമാരിയാണ് PhD വിദ്യാർത്ഥിയായ വിപിൻ വിജയന് നേരെ ജാതി അധിക്ഷേപം നടത്തിയത്. MPhilൽ തന്റെ ഗൈഡായിരുന്ന അധ്യാപിക തനിക്ക് സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് റിപ്പോർട്ട് സർവകലാശാലയ്ക്ക് നൽകിയെന്നും വിദ്യാർത്ഥി ആരോപിക്കുന്നു. തനിക്ക് PhD ലഭിക്കുന്നത് കാണണമെന്ന് പറഞ്ഞ അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നും പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതമെന്ന് വിജയകുമാരി പറഞ്ഞെന്നും വിദ്യാർത്ഥി ആരോപിച്ചു. സംഭവത്തിൽ വൈസ് ചാൻസലർക്കും കഴക്കൂട്ടം SP-ക്കും വിപിൻ പരാതി നൽകിയിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച. തെക്കേനടയിൽ മോക്ക് ബോംബ് വെച്ച് മടങ്ങിയിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല. മോക്ക് ഡ്രില്ലിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായത്. ക്ഷേത്രത്തിന്റെ തെക്കേനടയിൽ മോക്ക് ബോംബ് വെച്ച് മടങ്ങിയിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒന്നും അറിഞ്ഞില്ല. വൻ സുരക്ഷാ വീഴ്ചയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് വിമർശനം ഉയരുന്നത്.